നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മറുനാടൻ എഡിറ്റർ ഷാജൻ സ്കറിയെ വധിക്കാൻ ശ്രമിച്ച കേസിലെ 4 പ്രതികളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികളെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. സംഭവം നടന്ന 2ാം ദിവസമാണ് പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചത്. ഒരാളെ കൂടി ഇനിയും പിടിക്കാനുണ്ട്. 5-അംഗ സംഘമാണ് ഷാജൻ സ്കറിയെ ആക്രമിക്കാനായിട്ട് താറിലെത്തിയത്. അതിൽ 4 പേരെയാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. വധശ്രമത്തിന്റെ മുഖ്യ ആസൂത്രകനായ മാത്യൂസ് കൊല്ലപ്പള്ളിയും കസ്റ്റഡിയിലുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇന്നലെ ഈ ഒരു ദൃശ്യങ്ങൾ, മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പ്രതികൾ ആരാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തിരച്ചിൽ നടത്തുകയും ബാംഗ്ലൂരിൽ നിന്ന് 4 പ്രതികളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതികളിലേക്ക് പോലീസ് എത്തിയത് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അടക്കം ട്രാക്ക് ചെയ്താണ്. വധശ്രമത്തിന് ശേഷവും പ്രതികൾ സംസ്ഥാനം വിടുകയാണ് ഉണ്ടായത്. ഇക്കാര്യം പോലീസ് ഇവരുടെ മൊബൈൽ ഫോണുകളും ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. പ്രതികൾക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരുന്നു. സംഭവം നടന്നിട്ടും പ്രതികൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പോലീസിന് പ്രതികളിലേക്ക് എത്താൻ സാധിക്കാത്തതും പ്രതികളെ പിടിക്കാത്തതിലെതിരെയും വലിയ വിമർശനമായിരുന്നു ഉയർന്ന് കേട്ടുകൊണ്ടിരുന്നിരുന്നത്. ഏതായാലും ഇപ്പോൾ സംഭവം നടന്ന 2ാം ദിവസമാണ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. പ്രതികൾക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരുന്നു. ശനിയാഴ്ച രാത്രിയാണ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയെന്ന ഷാജൻ സ്കറിയെ തൊടുപുഴ മങ്ങാട്ടുകവലയിൽ വെച്ച് 5-അംഗ സംഘം ആക്രമിച്ചത്. ഷാജൻ സ്കറിയെ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് പിന്നിൽ താറിടിച്ച ശേഷമായിരുന്നു അതിക്രമം നടന്നത്. കണ്ടാലറിയാവുന്ന ആളുകളെന്ന് CPM പ്രവർത്തകരെന്നും ഷാജൻ സ്കറിയ മൊഴിയും നൽകിയിരുന്നു. സംഭവം നടന്നതിന് പിന്നാലെ ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ വന്ന പ്രതികരണങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് പോലീസിന് വിവരം കിട്ടിയത്. ഷാജൻ സ്കറിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ ഒരു കവലയിൽ വെച്ചിട്ടായിരുന്നു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. നിരവധി ആളുകൾ ചുറ്റും കൂടിയിട്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയത്. ആ ദൃശ്യം പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് പുറത്തു വന്നത്. അതിൽ നിന്ന് വളരെ ക്രൂരമായിട്ട് വാഹനത്തിന്റെ ഡോർ തുറന്ന് അതിൽ അദ്ദേഹത്തെ സീറ്റിലിരുന്ന് അദ്ദേഹത്തെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പലതവണ അവിടെ കൂടിയുണ്ടായിരുന്ന ആളുകളെ പിടിച്ചു മാറ്റാൻ, ഈ പ്രതികളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴും മർദ്ദിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. തന്നെ കൊല്ലാൻ ബോധപൂർവം നടന്ന ശ്രമമാണെന്ന് ആക്രമണമെന്നും ഷാജൻ സ്കറി ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം ചികിത്സയിൽ തന്നെയാണ്. ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന CPM പ്രവർത്തകനാണെന്നും 5 പ്രതികളെയും തിരിച്ചറിഞ്ഞുവെന്നാണ് ഷാജൻ സ്കറിയ മാധ്യമങ്ങളോട് പറഞ്ഞത്. തനിക്കെതിരെ നടന്നത് കൃത്യമായി ആസൂത്രണം ചെയ്ത കൊലപാതക ശ്രമമാണെന്ന് വ്യക്തമാക്കി മറുനാടന്റെ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചു. താൻ നൽകുന്ന വാർത്തകൾ നിയമപരിരക്ഷയ്ക്കുള്ളിൽ നിന്നുമാണ്. തന്നെ നിയമപരമായി നേരിടാൻ സാധിക്കാത്തവർ കായികമായി നേരിടാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. തൊടുപുഴയിൽ ആക്രമികൾ എത്തിയത് തന്നെ കൊല്ലണമെന്ന നിർബന്ധ ബുദ്ധിയോടെയായിരുന്നു. 5 CPM പ്രവർത്തകർ അടങ്ങിയ സംഘമാണ് വധിക്കാൻ ശ്രമിച്ചത്. മാത്യൂസ് കൊല്ലപ്പള്ളി, ഷിയാസ് എന്നിവരടങ്ങിയ സംഘത്തെ തിരിച്ചറിഞ്ഞിരുന്നു. മറ്റുള്ളവരെയും താൻ തിരിച്ചറിഞ്ഞു. ആക്രമികൾ ശ്രമിച്ചത് വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി കൊലപ്പെടുത്തുക എന്നതായിരുന്നു. അതിനുള്ള ഒരുക്കത്തോടെയാണ് അവർ എത്തിയത്. അല്പം കൂടി വൈകിയിരുന്നുവെങ്കിൽ തന്റെ ജീവൻ പോകുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തന്നെ ആക്രമിക്കാൻ പല സംഘങ്ങളെ നിയോഗിച്ചതായി അറിയാമായിരുന്നു. ഇവിടെ ആക്രമണത്തിന് പിന്നിൽ കൃത്യമായി ആസൂത്രണം ഉണ്ടായിട്ടുണ്ട്. ഗൂഢാലോചനയിൽ CPM സംസ്ഥാന നേതൃത്വത്തിന് അറിവുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ പ്രാദേശികമായ ആസൂത്രണം ഇതിൽ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ആക്രമികൾ സംസ്ഥാനം വിട്ടുവെന്ന് ഇന്നലെ തന്നെ പോലീസിന് ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇവർ ഒളിവിൽ താമസിച്ച് മുൻകൂർ ജാമ്യം നേടാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്ന വ്യക്തിയാണ് ഇതിലെ പ്രധാന പ്രതിയായിട്ടുള്ള മാത്യൂസ് കൊല്ലപ്പള്ളി. കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ വെച്ചാണ് ഇത്തരത്തിൽ മർദ്ദനമുണ്ടായിരുന്നത്. ഏതായാലും ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ പ്രതികൾ ആരൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള സൂചനകൾ കൂടിയാണ് പുറത്തു വരുന്നത്. പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ പ്രതികളെ അറിയാവുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയും അതിൽ 4 പേരെ ഇപ്പോൾ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ഒളിവിലുള്ള മറ്റുള്ള ഒരു പ്രതിക്കായിട്ടുള്ള അന്വേഷണം പോലീസ് തുടരുകയാണ്. വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു. പ്രതികളെ ഉടൻ പിടികൂടണമെന്ന ആവശ്യം മാധ്യമ സമൂഹത്തിൽ നിന്ന് ശക്തമായി തന്നെ ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനവികാരവും ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത ഈ പ്രതികൾക്ക് എതിരെയും തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. കമന്റുകളിലൂടെയൊക്കെ തന്നെ നിരവധി ആളുകളാണ് ഇന്നിപ്പോൾ ഇത്തരത്തിൽ ഒരു മാധ്യമത്തിന് നേരെ ഇത്തരത്തിലുള്ള ഒരു
അതിക്രമം നടന്നു കഴിഞ്ഞാൽ നാളെ ശബ്ദിക്കുന്ന എല്ലാ മാധ്യമങ്ങൾക്ക് നേരെയും ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടാകുന്ന കാലം വിദൂരമല്ല. അതുകൊണ്ട് എല്ലാവരും പ്രതികരിക്കണം. ഇത്തരത്തിലുള്ള ഗുണ്ടായിസം ഒന്നും ഇവിടെ നടക്കില്ല. ഭരിക്കുന്നത് തങ്ങളുടെ പാർട്ടിയാണെന്ന് കരുതി എന്ത് തോന്നിവാസവും കാണിച്ചു കൂട്ടാമെന്നുള്ള നിലപാടാണെങ്കിൽ ജനം തീർച്ചയായിട്ടും പ്രതികരിച്ചിരിക്കും. ഇത്തരത്തിൽ ജനം തെരുവിലിറങ്ങുക തന്നെ ചെയ്യും. മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിലാണ് കേരളത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ മറുനാടൻ മലയാളിയെ വേട്ടയാടാൻ ശ്രമം തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഈ എപ്പിസോഡിന്റെ അവസാന ഭാഗമാണ് തൊടുപുഴയിൽ കണ്ടതും. ഏതായാലും ഇത് ഒരു താക്കീത് തന്നെയാണ്. ഇത്തരത്തിൽ ഇനിയും ഇങ്ങനെയുള്ള ശ്രമങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കും. അല്ലെങ്കിൽ കിട്ടിയ അടിയും വാങ്ങി തിരിച്ചു പോകില്ല, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാൻ, അല്ലെങ്കിൽ തങ്ങളുടെ വാ മൂടി കെട്ടാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതൊരിക്കലും നടക്കില്ല. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിപ്രായത്തിലൊക്കെ തന്നെ ഇനിയും ശക്തിയായി തന്നെ തിരിച്ചു വരും. ഇനിയും സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുക തന്നെ ചെയ്യും എന്നുള്ള കൃത്യമായുള്ള സന്ദേശം തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയൊക്കെ തന്നെ വ്യക്തമാകുന്നത്. ഏതായാലും ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നാളെ മറ്റുള്ളവരെ, ഇതിപ്പോൾ മാധ്യമ പ്രവർത്തകർ തന്നെ ആകണമെന്നില്ല, ഇത്തരത്തിൽ ഇവർക്കെതിരെ ഏതെങ്കിലും ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകർക്കെതിരെ എന്തെങ്കിലും ഒരു ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ ഇവർ നാളെ നമുക്ക് നേരെയും കൈ ചൂണ്ടാം, അല്ലെങ്കിൽ കൈ ഓങ്ങാം എന്നുള്ള കാലമൊന്നും അത്ര വിദൂരമല്ല. ഇത് പല മേഖലകളിലും നടക്കുന്നതാണ്. പല സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ഗുണ്ടായിസം നമ്മുടെ നാട്ടിൽ ഇന്നൊരു നിത്യ സംഭവമായി ആയിരിക്കുന്നു എന്നുള്ളത് തന്നെ കൃത്യമായിട്ട് പറയാം. മാത്രമല്ല ജനങ്ങളും കൃത്യമായി തന്നെ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. അവർ കമന്റുകളിലൂടെയൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ ഗുണ്ടായിസം ഒന്നും അനുവദിക്കില്ല, ഇത് നമ്പർ 1 കേരളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തും നടത്താം അല്ലെങ്കിൽ എന്തും നടപ്പിലാക്കാം എന്നുള്ള ഈ രീതിയാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുമെന്ന് തന്നെയായിരുന്നു ജനങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന ഒരു കമന്റുകളും ഉണ്ടായിരുന്നത്. ആളുകൾ കമന്റ് ചെയ്തിട്ടുള്ള ചില കമന്റ്സ് ഒക്കെ വായിക്കാം. ശക്തമായ നിയമ നടപടികൾ വേണം. നിയമം കയ്യിലെടുത്ത് ഒരു പൗരനെ പരസ്യമായി കൊല്ലാൻ ശ്രമിക്കുന്ന ഈ ആക്രമകാരികൾക്ക് കഠിനമായ ശിക്ഷ നൽകണം. മറ്റൊരു കമന്റ്, ഇത് വെറും അക്രമമായി തോന്നുന്നില്ല, ഇതാണ് ഭീകരാക്രമണം. നമ്പർ 1 കേരളം, മറുനാടന് മരണമില്ല, ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, അതിന് തെളിവ് ഈ ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനിയും ഈ നാടിനെ ശുദ്ധീകരിക്കാൻ ഫീനിക്സ് പക്ഷിയെ പോലെ അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുമെന്നാണ്. അടുത്തൊരു കമന്റ്, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് നടന്നത് രാത്രിയല്ല, ഇത്രയും ജനങ്ങളുടെ മുൻപിൽ വെച്ചാണ്. അവിടെയുള്ള ജനങ്ങൾ എല്ലാവർക്കും കൂടി ഈ ആക്രമികളെ എതിർക്കാമായിരുന്നു, എന്നാൽ കുറെ പേർ നോക്കി നിൽക്കുന്നു. ഇത് നാളെ നമുക്കും വരാം. എത്ര കാലം നമ്മൾ നമ്മുടെ കണ്ണും ചെവിയും അടച്ചിരിക്കും? ദയവ് ചെയ്ത് പ്രതികരിക്കൂ തെറ്റുകൾ കാണുമ്പോൾ എന്നാണ് ഒരു കമന്റ്. മറ്റൊരു കമന്റ്, മറുനാടൻ ഷാജൻ ഇപ്പോൾ എന്ത് സംഭവിച്ചു? സ്വാഭാവികമെന്ന് കരുതിയാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ എഡിറ്റർമാർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാം, അതിനുള്ള സാധ്യതയും കൂടുതലാണ്. ഇന്ന് ഷാജനെ തേടി അവർ വന്നു, നാളെ അവർക്കെതിരെ വാർത്ത ചെയ്യുന്ന ഓരോ മാധ്യമ പ്രവർത്തകരെയും അവർ തേടി വരും. ഇന്ന് പ്രതികരിക്കാത്ത എല്ലാ മാധ്യമങ്ങളും പിന്നീട് ഒരിക്കലും പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അപ്പോഴേക്കും മാറിയിട്ടുണ്ടാവും. ത്രിപുരയും ബംഗാളും വലിയ ദൂരമില്ല, അണയാൻ പോകുന്ന തീ ആളിക്കത്തും, കാറ്റെന്നും ഒരിടത്തല്ല മാറിയടിക്കും എന്നാണ് ജനങ്ങൾ കമന്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഈ ദുർഭരണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി തുടങ്ങി. ഇത്തരത്തിൽ പരസ്യമായി പട്ടാപ്പകൽ ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒരു മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുമെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താകും എന്നുള്ളതൊന്ന് ചിന്തിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകും.